പൊന്നെ, എങ്ങോട്ടാണ് നീ ഓടുന്നേ? എന്തിനാ നീ കരയുന്നേ? എന്താടി, എന്താ നീ കരയുന്നേ? എനിക്കിവിടെ എത്രയും പെട്ടെന്ന് പോണം. എന്ത്? ലിയോ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ റിസൈൻ ചെയ്യണം. എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ജെയിൻ, നീ എന്തൊരു ബോധവും പത്തും ഇല്ലാത്ത സംസാരിക്കുന്നേ? എന്താ? എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകണം. ബട്ട് വൈ? ജോയിൻ ചെയ്തിട്ട് 1 മാസം പോലും മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ളിൽ റിസൈൻ ചെയ്യാൻ മാത്രം എന്താ ഉണ്ടായേ? എൻ്റെ അടുത്ത് അതിനെ പറ്റി ഒന്ന് ചോദിക്കരുതില്ലയോ. എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. പ്ലീസ്, നീ അതിനെന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചതാ. ഓക്കെ, റിലാക്സ്. നിനക്ക് പോവാം. ഓക്കെ, റിലാക്സ്. നീ കരയല്ലേ? നിനക്കിവിടെ എന്തൊരു പ്രശ്നമുണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. നിനക്കത് താല്പര്യമില്ലെങ്കിൽ നീ അത് പറയണ്ട. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ അത് പറ. നീ ഞാൻ റിസൈൻ ചെയ്യുന്ന കാര്യം ആരടുത്തും പറയരുത്. പിന്നെ ജോയിൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്യാൻ പറ്റുള്ളതൊന്നും എനിക്കറിയില്ല. അതിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നീ ഇത് റോഷനോടും മീയോടും പറയണ്ട. അപ്പം നീ അവളോടും ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് നീ പ്രോമിസ് ചെയ്യണം, നീ ഇതാരോടും പറയില്ല എന്ന്. ഐ പ്രോമിസ്. ബട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്തേക്ക് നീ വരണം. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ? സംതിങ് ഈസ് റിയലി റോങ്. ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകാൻ മാത്രം എന്തായിരിക്കും ഉണ്ടാവുക? ഇതയച്ചായ, ഇത് ഈ മാസത്തെ ലോണിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ തന്നവരുടെ ലിസ്റ്റാണ്. ഈ ചായനൊന്ന് സൈൻ ചെയ്താൽ ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കായിരുന്നു. ഞാനിനി റീചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല ചായ. ഞാനിത് നേരത്തെ ഒരു തവണ ചെക്ക് ചെയ്തതാണ്. എവറിത്തിങ് ഇസ് ഓക്കെ. എന്തെങ്കിലും അല്ല, നീ എന്തിനാ വന്നേ? അത് നമുക്കിപ്പോൾ ഇവിടുന്ന് ജോലി കയറിയിട്ടേ റിസൈൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റൂൾസോ ക്രൈറ്റീരിയ അങ്ങനെയുള്ളതും ഉണ്ടോ? എന്തേ, നിനക്ക് ഇത്ര പെട്ടെന്ന് മടുത്തോ? എനിക്കല്ല, ഞാനൊന്ന് അറിഞ്ഞു വെച്ചേക്കാൻ വേണ്ടി ചോദിച്ചതാ. വലിയ ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ലടാ. 6 മാസം മിനിമം ജോബ് ചെയ്യണം, അതാണ് കമ്പനിയുടെ റൂള്. പിന്നെ റിസൈൻ ചെയ്യുന്നതിൻ്റെ 1 മാസം മുമ്പ് അതിന് നോട്ടീസ് HR കയ്യിൽ ഏൽപ്പിക്കുക വേണം. എന്നാലേ റിസൈൻ ചെയ്യാൻ പറ്റൂ. അത്രേ ഉള്ളൂ. നിർബന്ധോ? കമ്പൾസറി ആണ്. ദാറ്റ് ഈസ് ദ കമ്പനി റൂൾ. അല്ല, അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെയാ? ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഇത് തന്നെയാണ്. അല്ല, എന്താ ഇത്ര പെട്ടെന്നൊക്കെ ഈ റിസൈനെ പറ്റി ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കെന്താ ചോദിക്കാനും പാടില്ലേ? അല്ലേ, നീ ആയതുകൊണ്ട് ചോദിച്ചു പോയതാണേ. നീ ഓടാ. എടാ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു പോയേ. എന്നിട്ട് അടികൂടി. ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഒന്ന് പോകരുത്. അങ്ങനെ ആ പ്രേമവും പൊട്ടിപ്പാളീസായി. എന്നാ പിന്നെ അടുത്തതും പൊട്ടും, ഉറപ്പ്. ഓന്തോ?
പൊട്ടിയിട്ടില്ലേ? 2 ഒത്ത 3 ഒക്കുന്നല്ലേ? നിന്റെ 2 പൊട്ടിയില്ല, അപ്പൊ 3-മത്തത് എന്തായാലും പൊട്ടും. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? പക്ഷെ കുഴപ്പമില്ലടാ, 3-മത്തതിന് പ്രണയിക്കാതെ നമുക്ക് 4-മത്തതിന് നോക്കാം. അപ്പം പ്രോബ്ലം സോൾവ് ആയില്ലേ? നൈസ് ഐഡിയ. ഇത് ഞാൻ പൊളിക്കും. നീ പൊട്ടനാന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ലോക പൊട്ടനാന്ന് എനിക്കറിയില്ലായിരുന്നു. കഷ്ടം. ജയ്, ഒന്നെന്റെ കൂടെ വാ. അതെന്താ അവളെ മാത്രം? ഞങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന നീ കാണുന്നില്ലേ? അങ്ങനെ അങ്ങ് ചോദിക്കുമോ? അല്ലേ, എന്നാ ജയിനെ ഇവിടെ നിൽക്കാം. റോഷ, നീ വാ. ഓക്കെ. ബൈ ദ വേ, എങ്ങോട്ടാ പോകുന്നേ? സാമച്ചായന്റെ ഓഫീസിൽ ഒരു ചെറിയ ഫയൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വാ. ഞാൻ വരില്ല. അതെന്താ? ഞാനല്ലല്ലോ, മിയല്ലേ നിന്നോട് ചോദിച്ച. ആദ്യം അവളെ കൊണ്ടോ. പിന്നെ നോക്കി നിന്നാ മതി, ഞാൻ വരൂല. അയ്യോ, അങ്ങനെ പറയരുത്. നിനക്കല്ലേ ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല എന്നുള്ള പരാതി, അത് തീർത്തു തരണ്ടേ? എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്ക് ഒട്ടുമില്ല. പറയിപ്പിക്കല്ലേ? പണിയെടുക്കേണ്ടി വന്നടി. ഇത് സാംസാറിന്റെ ഓഫീസ് അല്ലല്ലോ. അത് ഞാൻ അവന്മാരോട് വെറുതെ പറഞ്ഞതാ. നിന്റെ റിസൈനെ പറ്റി സംസാരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്തായി? നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല ചെയ്യും. അതെന്താ? ബിക്കോസ് ദാറ്റ് ഇസ് ദ കമ്പനി റൂൾ. 6 മാസമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാണ്ട് നിനക്ക് വേണ്ടി റിസൈൻ ചെയ്യാമെന്ന് നീ വിചാരിക്കണ്ട. അതല്ലെങ്കിൽ നീ ഇവിടെ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. നീ എന്നിങ്ങനെ കണ്ണൊട്ടി പേടിപ്പിച്ച് നോക്കിയൊന്നും വേണ്ട. അത് ഈ കമ്പനീൻ്റെ റൂളാണ്. അഥവാ നീ ഈ കമ്പനി റൂൾ തെറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കുകയാണെങ്കിൽ നീ ഞങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ഉണ്ട്. അതൊരിക്കലും നിനക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊന്നും നിങ്ങളെന്താ ആദ്യം പറയാനേ? ആദ്യം പറയുന്നത് ഇതൊക്കെ കമ്പനീൻ്റെ ബേസിക് റൂളാണ് ചെയ്യും. കോളേജിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഒരുപാട് കമ്പനീസ് വരുന്നില്ല. ആ കമ്പനീൻ്റെ ഒക്കെ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തന്നില്ലേ, അതിലുണ്ടായിരുന്നു ഇതെല്ലാം. നീ അത് വായിച്ച് നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എനിക്കിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന? ജയ്, ഞാൻ നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, റിയാലിറ്റി പറഞ്ഞതാ. നിനക്കിവിടെ 6 മാസം കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റൂല. അങ്ങനെ പോയാൽ നിനക്ക് തന്നെ അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുക. ഓക്കെ ഫൈൻ, അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് നേരത്തെ പോകാനെങ്കിലും പറ്റുമോ? നോക്ക് ചെയ്യും, നിന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്നെക്കൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒന്ന് മനസ്സിലാക്കുന്നേ. എനിക്ക് മനസ്സിലായി. സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും നിന്നോട് ചൂടായത്. That's fine, Jane. പക്ഷെ നീ ഒരു മിനിറ്റ്, ചേച്ചിയാണ് വിളിക്കുന്നത്. ഹലോ ചേച്ചി. അതുണ്ടല്ലോ ജെയിൻ, നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ പാസ്തയുടെ പാക്കറ്റ് എത്തി. അതാണോ? അത് മറ്റേ എവിടെയായിരുന്നു? അത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ. അല്ല, നീ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഇതേ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേച്ചി കഴിച്ചോ? ഇല്ല, ഞാനിതേ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് പോയി. പക്ഷേ കറങ്ങി വന്നപ്പോഴേക്ക് നേരം ഒന്ന് വൈകിപ്പോയി. ഞാനത് അറിഞ്ഞതുമില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല, നീ ഇന്ന് നേരത്തെ വരില്ലേ? ചേച്ചി, ഞാൻ നേരത്തെ ഇറങ്ങും. ഞാനിവിടെ പറയുന്നുണ്ട്. എന്നാൽ ശരി, നീ നിന്റെ വർക്ക് നോക്കുക. ഞാനിവിടുത്തെ പണിയൊന്ന് നോക്കട്ടെ. നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. അല്ല, നിനക്കേതാ ചേച്ചി? എൻ്റെ ചേച്ചിയൊന്നുമല്ല, പക്ഷേ എനിക്കെന്നെ ചേച്ചിയെ പോലെ. കുറച്ച് ദിവസമായിട്ടുള്ളൂ കണ്ടിട്ട്. എൻ്റെ കൂടെ താമസം. മനസ്സിലായില്ല. അതൊരു വലിയ കഥയാണ്. ഞാനൊരു ദിവസം രാത്രി എൻ്റെ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാനൊരു ഷോർട്ട് കട്ട് എടുത്തു, നേരെ വൈകുന്നതുകൊണ്ടേ. അപ്പോൾ അവിടുത്തെ റോഡിൽ ബോധമില്ലാണ്ട് കിടക്കുന്ന കണ്ടേ ചേച്ചീനെ. അപ്പം ഞാൻ അന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നോട്ട് ഇതുവരെ ചേച്ചി എൻ്റെ കൂടെ താമസിക്കുന്നത്. നീ എന്താ മണ്ടത്തോടെ ജീനെ കാട്ടുന്നത്? നിനക്ക് മുംബൈനെ പറ്റി അറിയാത്തൊന്നല്ലോ. ആരാ എന്താ എവിടെ നിന്നൊന്നും അറിയാത്ത ഒരാളെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നു. പക്ഷേ റുബാനിച്ച് അങ്ങനെയൊന്നുമല്ല. നീ വേണമെങ്കിൽ മിയോട് ചോദിച്ചോക്ക്. അവളും ആദ്യം പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം അവൾക്കും അറിയാം ചേച്ചിയുടെ പാവമാണ്. നീ എന്താ പേര് പറഞ്ഞേ? ആരുടെ? നിന്റെ ചേച്ചിയുടെ.
റുബാൻ. റുബാനോ? ഫുൾ നെയിം എന്താ? ഫുൾ നെയിം എന്നോട് ചേച്ചി പറഞ്ഞിരുന്നോ? ഇല്ലേ, എനിക്ക് ഓർമ്മയില്ല. ലിയോ, നീ ഇതെന്താ ആലോചിക്കുന്നത്? എടേ, നിനക്ക് നിന്റെ ചേച്ചിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഇതേ ഇപ്പം കാണിച്ചു. ഇതാണ് എൻ്റെ റുബാനേച്ചി. ചേച്ചി മറ്റന്നാൾ പുലർച്ചയ്ക്ക് ഫ്രാൻസിലേക്ക് പോവാ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സാധനം വാങ്ങാണ്ട്, അതിനാ എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞേ. ജെയിൻ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഈ റുബാനേച്ചിനെ കാണുന്നതിന് മുൻപ്, ഐ മീൻ എങ്ങനെയാണ് കണ്ടത്, നിനക്ക് എങ്ങനെ പരിചയം, ആ ഫുൾ സ്റ്റോറി ഒന്ന് പറയുമോ? അതെന്തിനാ? എടി ഒന്നുമില്ല, എനിക്ക് ആളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. എടാ, റുബാനേച്ചി ഒരു പാവാടാ. അന്ന് രാത്രി ഞാൻ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരുപാട് നേരം വൈകി. അങ്ങനെ ഷോർട്ട് കട്ട് എടുത്ത്. ഇപ്പം സത്യം പറഞ്ഞാൽ റുബാനേച്ചി എനിക്കെന്നെ സ്വന്തം ചേച്ചിയെ പോലെ. കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ നിനക്കറിയോ, ചേച്ചി പോകുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നിന്റെ റുബാൻ ചേച്ചിയുടെ കാര്യം വേറെ ആർക്കെങ്കിലും അറിയോ? എനിക്കും ബിയക്കും ഇപ്പം നിനക്കറിയും. എന്തുപറ്റി? അത് ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിലും നിനക്കറിയാത്ത ഒരാളല്ലേ, അതുകൊണ്ടൊന്ന് സേഫ്റ്റി പ്രിക്കോഷൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. എന്താടാ ഇത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലേ? റുബാനേച്ചി ഒരു പാവാടാ. ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്നറിയോ റുബാനേച്ചിൻ്റെ കൂടെ. എനിക്കൊത്തിരി ഇഷ്ടമെന്നറിയോ റുബാനേച്ചിനെ. നീ മതി മതി മതി, എനിക്ക് മനസ്സിലായി. നീ റുബാനേച്ചി പാവാണ്, നീ ഹാപ്പിയാണെന്ന് നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിന്റെ ബ്രേക്കും കഴിഞ്ഞു. നീ അവിടെ ചെല്ലാൻ നോക്കും. നിനക്ക് നേരത്തെ ഇറങ്ങണ്ടേ? വെറുതെ ഉള്ള ടൈം വേസ്റ്റ് ആക്കണ്ട. നിന്നോട് സംസാരിച്ച് ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. ഞാൻ വേഗം ചെല്ലട്ടെ. മിയോട് പറഞ്ഞിട്ടില്ല. മിയും ചിലപ്പോൾ എൻ്റെ കൂടെ നേരത്തെ ഉറങ്ങും. നീ ചെല്ലാൻ നോക്ക്. കർത്താവേ, ഇത് എന്നതാ ഇങ്ങനെ? ജെയിൻ, അവള് പോലും അറിയാതെ അവൾ എന്ത് വലിയ കുരുക്കില പെട്ടെന്ന്. കർത്താവേ, ഇതെങ്ങനെ ആരെങ്കിലും അറിഞ്ഞ, ഇവാനിച്ചാരെങ്കിലും അറിഞ്ഞ പിന്നെ അവളെ ഞാനിപ്പോൾ എന്നതാ ചെയ്യാ? Sorry, I'm really sorry. അല്ല, സാറ് ഇതെങ്ങടാ? ഞാൻ വാഷ്റൂമിൽക്ക്. എന്തേ? ഇത് ലേഡീസ് വാഷ്റൂമാണ്. അത്രയ്ക്ക് ഉറപ്പുണ്ടോ? 100%. ഉറപ്പാണേ? അതെ. എന്തേ, സാറിന് സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ എനിക്ക് നിന്നെ സംശയമുണ്ട്. എന്തിന്? അല്ല, ഈ ജെൻസിന്റെ വാഷ്റൂമിൽ സാധാരണ ജെൻസ് മാത്രമേ കയറുള്ളൂ. താൻ ഇതിൽ കയറി സ്ഥിതിക്ക് താൻ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ജെൻസിന്റെ വാഷ്റൂം? അതെ, ജെൻസിന്റെ വാഷ്റൂം തന്നെ. സംശയം ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ മാറി കയറിയതാണെന്ന് തോന്നുന്നു. തോന്നലൊന്നല്ല, താൻ മാറി കയറിയതാ. സോറി, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഈ നാക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബോധമുള്ള കൂട്ടത്തിലായിരിക്കുന്നു. ഇപ്പം മനസ്സിലായി, ഈ വായിട്ടലിക്കൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഓ കൂടുതലൊന്നും പറയണ്ട. ജസ്റ്റ് ഒന്ന് വാഷ്റൂം മാറിപ്പോയി, അത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഒരു മെയിൽസിനെയും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കറക്റ്റായ കയറിയതെന്നു. എന്നാലും ഈ ആറ്റിറ്റ്യൂഡ് വിട്ട് കളയരുത് ട്ടാ. സോറി സർ, ആറ്റിറ്റ്യൂഡ് ഈസ് മൈ കോൺഫിഡൻസ്. അത് ഓവർ കോൺഫിഡൻസ് ആവാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ. ഞാനൊന്നും ഇല്ലെങ്കിൽ കമ്പനി ഓണേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്.
അത് സാറിൻ്റെ ഓവർ കോൺഫിഡൻസ് ആവാതിരുന്നാൽ മതി. ബട്ട് നീ മതി സാറിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വാഷ്റൂം യൂസ് ചെയ്യാൻ. ആണല്ലോ, എന്നാൽ പിന്നെ വെറുതെ ഇവിടെ നിന്ന് സമയം കളത് ഉള്ളിലേക്ക് ചെല്ലാൻ നോക്ക്. അല്ലെങ്കിൽ പിടിച്ചു വെച്ചതൊക്കെ ചോർന്നു പോകും, പിന്നെ നാണം കെടേണ്ടി വരും. അയ്യേ ഈ പെണ്ണ്. ഞാൻ അപ്പേ പറഞ്ഞതാ നിന്നോട് അതൊന്നും ചെയ്യാൻ പോണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഫുള്ള് പ്രൊജക്ട് ഇപ്പൊ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നില്ലേ? അതിന് ഞാൻ അറിഞ്ഞു ഇതിങ്ങനെയാവുന്നു. ഞാൻ വിളിച്ചതിൻ്റെ മുന്നിൽ കുറച്ചൊക്കെ മെച്യൂരിറ്റി കാണിക്കാന്ന് വിചാരിച്ചതല്ലേ. അങ്ങേര് ഇത് മൊത്തമായിട്ട് എൻ്റെ തലയിലായിട്ട് വെച്ചിരുന്നു ഞാൻ കരുതിയോ. അല്ലെങ്കിൽ നിനക്കത് വേണോടാ. നീ ഇങ്ങനെ ഒരു പണിയില്ലാതെ ചോറിയും കുത്തിരിക്കുന്നത് കാണുമ്പോഴേ ഒരു ദഹനക്കേടായിരുന്നു. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പൊടി, നിന്റെയൊക്കെ കണ്ണൂര് കാരണം എനിക്ക് ഇത്രയും പണിയെടുക്കേണ്ടി വന്നത്. എന്തായാലും നീ ഉച്ചയ്ക്ക് നല്ലോണം അത് കഷ്ടപ്പെട്ടില്ലേ? ഓഹ് എന്തൊരു രസമായിരുന്നു അറിയാം നീ അതിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടുന്നത് കാണാൻ. ഓഹ് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞെങ്ങാനത്തെ. നിന്റെ കാർ എന്തേ? കാറ് പാർക്കിങ്ങിലുണ്ട്. പിന്നെ നീ എന്താ ഇവിടെ? ഞാൻ ഇവരുടെ കൂടെ കുറച്ചേരം സംസാരിക്കാന്ന് വെച്ചിട്ടാ. ആ മതി മതി, വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. ആ ഞാൻ വന്നോളാം, നിങ്ങളെ ചെല്ലേ. പാക്കിംഗ് ചെയ്യാണോ ചേച്ചി? അതിൻ്റെ ആവശ്യമൊന്നുമില്ലടി. കുറേ ഒന്നും ഇല്ലല്ലോ, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ദിവസം ഞാൻ അവിടെ നിൽക്കില്ല, വേഗം തന്നെ ഇങ്ങോട്ട് വരും. പിന്നെ നിന്റെ റെസിഗ്നേഷൻ എന്തായി? ഞാൻ ആ കാര്യത്തെപ്പറ്റി ലിയോട് സംസാരിച്ചിരുന്നു. അവൻ പറഞ്ഞത് 6 മാസമെങ്കിലും അവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്നാ. ഒട്ടുമിക്ക കമ്പനിയിലും അതുണ്ടാകുന്നതാ. നീ എന്താ ചെയ്യുന്നത്? കോമ്പൻസേഷൻ കൊടുക്കാനൊന്നും എന്നെക്കൊണ്ട് കയ്യിലേച്ചി. 6 മാസം എന്തെങ്കിലും ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കണം. നീ 6 മാസം തൽക്കാലം നീ അവൻ്റെ മുന്നിലൊന്നും ചെന്ന് പെടാതെ നോക്കിയാൽ മതി. എന്നിട്ട് ഇവാൻ സാറ് വരികയാണെങ്കിൽ ഞാൻ ലിയോടും മിയോടും കാര്യം പറയും. അല്ലാതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? I can't do this anymore. Can you kiss you? ജയ്, ജയ്, ഇന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓക്കെ ആയിരുന്നു. അത് കേട്ടാൽ മതി. നിങ്ങളിത് എന്തൊക്കെയാണെന്ന് പറയുന്നത്? എന്നെ കൂടെ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതെന്നതാ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്താ? ഞാനിത് കമ്പനിയിലൊക്കെ അവിടെ കേറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴൊക്കെ ഇത്രയും വലിയ പ്രൊജക്റ്റ് ഒക്കെ എന്നെ കൂടെ ഒറ്റക്ക് നോക്കാൻ എങ്ങനെയാ നിങ്ങൾ പറയുന്നേ? പിന്നെ നിന്നെ തന്നെ ഞങ്ങൾ ആ കസേരയിൽ പിടിച്ചിരുത്തിക്കുന്നേ. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ കമ്പനിയിലെ ചെയറിൽ പിടിച്ചിരുത്താന്. ഞാൻ ഇവിടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മൂലയിലുള്ള ഏതെങ്കിലും ഒരു ചെയറിൽ ചെന്നിരിക്കില്ലായിരുന്നു. അയ്യാടാ മനമേ, അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി. ഇവിടെ ഞാനുള്ളപ്പോൾ ഒരിടത്തരും ഇവിടെ വെറുതെ ഇരിക്കാൻ ആരും വിചാരിക്കണ്ട. വെറുതെ ഇരിക്കാൻ ഞാനുണ്ട് ഇവിടെ. അതെങ്ങനെ നീ വെറുതെ ഇരിക്കും? ദേ ഇങ്ങനെ ഇരിക്കും. എന്നതോടാ ഞാനിവിടെ നിന്റെ അടുത്ത് ഇരിക്കല്ലേ? ഇവളെയും കമ്പനിയിലേക്ക് കയറ്റണം. ഇവളെ മാത്രം ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല. കമ്പനിയിലേക്ക് കൊണ്ടുപോകാത്തതുണ്ടല്ലോ, അവൾ അങ്ങോട്ട് വരാത്തോണ്ടല്ലേ. അവള് വരാൻ കൂട്ടാക്കണ്ടേ? എന്നാ പിന്നെ ഞാനും വരുന്നില്ല. എന്നാ പിന്നെ നീ വീട്ടിലേക്കും വരണ്ട. അതെന്താ ഇവൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? കാരണം ഇവള് നമ്മളെ എല്ലാവരുടെയും ഒരേ ഒരു അനിയത്തി ആയതുകൊണ്ട്. ചയാ, ഈ ഫയൽസ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് സൈൻ ചെയ്ത് തരണം. തട്ടിക്ക്
കിട്ടിയ ക്യാപ്പിൽ എന്നെ പിടിച്ച് പെങ്ങളാക്കി. എന്താടാ? എനിക്കൊരു കാര്യം പറയാനാ. അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? അവിടെ വെച്ച് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വെച്ച് പറയില്ലായിരുന്നോ? ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കാര്യം അത്രയ്ക്ക് സീരിയസ് ആണോ? പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം. എന്ത്? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇവാനിച്ചാൻ അറിയാൻ പാടില്ല. ഇവാനിച്ചാൻ മാത്രമല്ല, ആരും അറിയരുത്. പിന്നെ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആരും ഇതിൽ പെട്ട് കഷ്ടപ്പെടാനും പാടില്ല. നീ വളച്ചു പിടിക്കാത്ത കാര്യം പറ, എന്നാലല്ലേ എനിക്കിതിൽ ഉറപ്പ് തരാൻ പറ്റൂ. എനിക്ക് റുബാൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയിച്ചായ? എവിടെ? ജെയിൻ്റെ കൂടെ. അപ്പോൾ അവളെ അങ്ങനെയല്ല. ജെയിൻ ഇതിൽ യാതൊരു ബന്ധവുമില്ല. റുബാൻ ജെയിൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരൊറ്റ കാരണം കൊണ്ട് ജെയിൻ ഒന്നും വരരുത്. അതിന് ജെയിൻ എങ്ങനെ വിശ്വസിക്കും? ഇത് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേക്ക് ചായ. ഒരു ദിവസം രാത്രി ജെയിൻ അവളുടെ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അവൾ ജെയിൻ റുബാൻ ആരാ എന്താ ഒന്നും അറിയില്ല ചായ. കല്യാണത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് മാത്രം അവൾക്ക് അറിയുന്നതും അവൾ വിശ്വസിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അവൾക്ക് സത്യം അറിയായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും റുബാൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തരില്ലായിരുന്നു. നിമിഷം നീ ഇതെന്താ ഈ ആലോചിക്കുന്നേ? ഇവാൻ ഇത് അറിഞ്ഞാൽ എന്തുണ്ടാവും നിനക്കറിയോ? ജെയിൻ അവന് വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവാനിച്ചാൻ ഒരിക്കലും ഇതൊന്നും അറിയരുത്. ജെയിൻ ഇതിൽ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും ഊരിയെടുക്കുകയും വേണം. അതിനിപ്പം നിനക്കും എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നാളെ ഒരു ദിവസം കൊണ്ടെല്ലാം ചെയ്യണം. ബുധനാഴ്ച പൊലിച്ചൊക്കെ റുബാൻ ഫ്രാൻസിലേക്ക് പോകുന്ന ജെയിൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ നമുക്ക് പോക്കണം. നാളെ? മനസ്സിലായില്ല. നാളെ രാത്രി റുബാനെ ജെയിൻ്റെ സ്ഥലത്ത് നിന്ന് പൊക്കും. ഞാനും നീയും മാത്രം. നിനക്ക് ജെയിൻ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റുബാൻ നമ്മുടെ അടുത്ത് എത്തണം. പക്ഷേ ജെയിൻ ഇതിൽ നിന്നൊരു പങ്കുണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. ജെയിൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് റുബാൻ അവിടെ കയറ്റി താമസിക്കാൻ മാത്രം വണ്ടിയുള്ളെന്ന് അവൾ. അത് മാത്രമല്ല, അതിനുള്ള ധൈര്യം അവൾക്കില്ല. എന്നാ ഇതൊന്നും ആരും അറിയണ്ട. നാളെ നീയും ഞാനും മാത്രം, പിന്നെ നമ്മുടെ കുറച്ച് ഗാർഡ്സും കൂടെ വരും. പക്ഷെ ജെയിനും നീയോ? അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്നും കൂടി റുബാനും ജെയിനും ഒരുമിച്ചുണ്ടാവും, അത് ഉറപ്പാണ്.